ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ടീച്ചർ വന്നത്. നമ്മൾ ആ വാഴവെട്ട് എന്ന് പറയുന്ന ഒരു കഥ അല്ലേ, നമ്മുടെ പാഠപുസ്തകത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് ആ വാഴവെട്ട് എന്ന് പറയുന്ന പൊൻകുന്നം വർക്കിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലേ. ഒരു കാലത്തെ കേരളത്തിലുള്ള കർഷകരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തെയാണ് കഥ ചോദ്യം ചെയ്യുന്നത് അല്ലേ. വളരെ പ്രതികരണാത്മകമായിട്ടുള്ള രീതിയിലുള്ളൊരു അല്ലെ ആഖ്യാന ശൈലിയിലാണ് കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാഴയും മാർക്കോസേട്ടനും റാഹേലും ഒക്കെ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. കഥാപാത്ര സവിശേഷതകളൊക്കെ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളുമാണ് ആയിട്ടാണ് ടീച്ചർ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് മാരത്തോണിലൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അല്ലേ. ആദ്യകാലത്ത് ഈ മണ്ണിൽ വളരെ വളം ഒന്നും വേണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ വളം ഇട്ടില്ലെങ്കിൽ ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാൽ മതിയോ? മാർക്കോസ് ചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പൊ മാർക്കോസ് ചേട്ടന്റെ പ്രതിഷേധാത്മകമായ രീതിയിലുള്ള ഒരു ചോദ്യമാണത് അല്ലേ. ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ പ്രകൃതിക്കും മണ്ണിനും വരുന്ന എല്ലാ മൈന്യൂട്ടായിട്ടുള്ള അല്ലെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ അത്രമേൽ മണ്ണും അല്ലെ ഭൂമിയും കൃഷിയും ഒക്കെ ആയിട്ട് അത്രമേൽ അഗാധമായിട്ടുള്ളൊരു ബന്ധം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ആര്? നമ്മുടെ മാർക്കോസ് ചേട്ടൻ അല്ലേ. കാരണം അത്രയും അനുഭവജ്ഞാനമുള്ളൊരു കർഷകനാണ്. ഇത് സ്കൂളിൽ പോയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല കൃഷിയെക്കുറിച്ച് അല്ലേ. എങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ കൃഷിയെ? അതിനെ തൊട്ടറിയണമെങ്കിൽ എങ്ങനെ പഠിക്കണം? അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കണം. നമ്മളുടെ അനുഭവത്തിൽ കൂടെയാണ് എന്ത് ചെയ്യണേ, നമ്മൾ ഈ പറയുന്ന കൃഷിയുടെ ഏതേത് കാലത്ത് ഏതേത് കൃഷി ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ വരിക അല്ലേ, നല്ല വിളവ് കിട്ടണമെങ്കിൽ ഏത് കാലത്ത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്കോസ് ചേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അല്ലേ കൃഷിയെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ തൻ്റെ അനുഭവജ്ഞാനത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നൊരു നല്ല കർഷകനായിരുന്നു ആര്? മാർക്കോസ് ചേട്ടൻ എന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മണ്ണിനെ അറിയാതെ കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിൻ്റെ ജൈവ പാരമ്പര്യം എന്ത് ചെയ്യാണ്, അത് നഷ്ടപ്പെട്ടു പോവുകയാണ്, അത് തകരാറിലാവുകയാണെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് എന്തായി മാറുന്നു? വിഷമയമായിട്ട് മാറുകയാണ് അല്ലേ. അത് എന്താവുകയാണ്? വിഷമായിട്ട് മാറുകയാണ്. അതിന് എത്ര വളമിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഫലഭൂയിഷ്ഠത തിരിച്ചു കിട്ടുന്നില്ലെന്നും അല്ലെ നല്ല വിളവുണ്ടാവുന്നില്ലെന്നും ഒക്കെ പറയാണ്. കാരണം മനുഷ്യൻ പ്രകൃതിയുടെ മേലെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവും കാര്യമൊന്നും ഇല്ലാതെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെ അല്ലേ എന്ത് ചെയ്യണോ മണ്ണിൻ്റെ ഒരു ജൈവ പാരമ്പര്യം നഷ്ടപ്പെടുകയാണ് എന്നാണ് മാർക്കോസ് ചേട്ടൻ പറയുന്നത് അല്ലേ. രോഗം വന്ന വാഴകളെയൊക്കെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധമാണ് എന്ത് ചെയ്യണേ ഇവിടെ കാണണേ അല്ലേ. അപ്പോൾ ഈ ഭൂമിയൊക്കെ അങ്ങ് നശിപ്പിച്ചാൽ മതിയോ? ഇതിലിപ്പോൾ പഴയ വളക്കൂറൊന്നും ഇല്ലല്ലോ അല്ലേ, നല്ല ജൈവ പാരമ്പര്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഭൂമിയൊക്കെ അങ്ങ് നശിപ്പിക്കുകയാണോ? അപ്പോൾ അതേപോലെ വാഴകൾക്ക് അസുഖം വന്നാൽ ചികിത്സിച്ചല്ലേ ഭേദമാക്കേണ്ടത്. മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ കൊന്നുകളയോ എന്നൊക്കെ ആര് ചോദിക്കുന്നുണ്ട്? മാർക്കോസ് ചേട്ടൻ കഥയിൽ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യണം മക്കൾ, ഈ ചോദ്യത്തെ പഠിച്ചു വെക്കണം. അടുത്തൊരു ചോദ്യമാണ്, ആദ്യം ഇരുട്ടുള്ള പക്ഷത്തിലാണ് ആ മാവ് പൂത്തത്. പാതിരാ കഴിയുമ്പോൾ നിലാവ് തെളിയും. അപ്പോൾ നേരം വെളുത്താണെന്ന് വിചാരിച്ച് മാമ്പൂവ് കണ്ണു തുറക്കും, അധരം വിടർത്തും അല്ലേ. അധരം ചുണ്ടുകളാണ്. അപ്പോൾ മാമ്പൂവ് വിരിയുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, എഴുത്തുകാരൻ ഇവിടെ ചിരിക്കുന്നതായി സങ്കല്പിക്കുന്നത്. പക്ഷേ ചതിയൻ്റെ മുമ്പിലാണ് തങ്ങൾ ചിരിക്കുന്നതെന്ന് അവരറിഞ്ഞില്ല. ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന കാർഷിക അറിവ് എന്താണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. നിലാവ് മാമ്പൂവിനെ ചതിക്കും എന്ന് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ. എങ്ങനെയാണ് നിലാവ് ചതിക്കുക? എങ്ങനെയാണ് മാർക്കോസ് ചേട്ടൻ്റെ കഥയിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് സൂര്യപ്രകാശം അല്ലേ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, പൂക്കളൊക്കെ വിടരുക അല്ലേ. സൂര്യപ്രകാശത്തിൽ ഏൽക്കുമ്പോഴാണ് പൂക്കളൊക്കെ വിടരുക അല്ലേ. പൂക്കൾ വിടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കായകളായിട്ട്, ഇപ്പോൾ മാവിൻ്റെ പൂവാണെങ്കിൽ മാമ്പഴമായിട്ട് അല്ലേ, അങ്ങനെ ഓരോ പൂക്കളും വിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കായ്കൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണോ, സൂര്യപ്രകാശം ഏറ്റതാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, സൂര്യപ്രകാശം വന്നതാണെന്ന് വിചാരിച്ചിട്ട് രാത്രിയിൽ നിലാവ് വരുന്ന സമയത്ത് അല്ലേ, പ്രകാശം ഉണ്ടാവുന്ന സമയത്ത് എന്ത് വിചാരിക്കണോ മാമ്പൂക്കള്, ഇത് സൂര്യപ്രകാശം അല്ലേ, സൂര്യൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് പാവം മാമ്പൂക്കൾ എന്ത് ചെയ്യും, അത് അധരം വിടർത്തും അല്ലേ, അത് വിടരും അല്ലേ. അധരം വിടർത്താന്ന് വെച്ചാൽ പുഞ്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്, ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് വിരിയുന്നതിന് കവിഭാവനയിൽ പറഞ്ഞതാണ്, ടീച്ചർ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യൂടാ,
അത് ചിരിക്കും അല്ലേ, അത് പുഞ്ചിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, സൂര്യനാണോ വന്നത്? ഇല്ല. അപ്പോഴാണ് മാമ്പൂക്കൾ അറിയുക അതെന്ത് ചെയ്യണത്, ഈ കള്ളൻ്റെ മുമ്പിൽ അതങ്ങൾ ചിരിച്ചത് അല്ലേ, ചതിക്കപ്പെടുകയാണെന്ന് പൂക്കൊക്കെ അപ്പോഴാണ് മനസ്സിലാവും. അപ്പോൾ ഈ പൂക്കളൊക്കെ എന്ത് ചെയ്യും, പിന്നെ അവയ്ക്ക് കായ്കളാവാൻ പറ്റില്ല അല്ലേ, നിലാവിൽ വിരിഞ്ഞ പൂക്കളൊന്നും കായ്കളാവില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, വാടിക്കൊഴിഞ്ഞ് നിലത്ത് വീഴും അല്ലേ. അപ്പോൾ നിലാവിൽ വിരിയുന്ന മാമ്പൂക്കൾ ഫലങ്ങളായിട്ട് ഒരിക്കലും മാറില്ല, എല്ലാം എന്ത് ചെയ്യൂടാ, കൊഴിഞ്ഞു പോകും അല്ലേ. അപ്പം അതാണ് ആ ഒരു ചോദ്യം അല്ലേ. എന്താ പറയുന്നത്, ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന കാർഷിക അറിവ് എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു അറിവിനെയാണ് പറയുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 2 ചോദ്യങ്ങൾ മക്കളൊന്ന് പഠിച്ചു വെക്കണം. ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ, ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. ബാക്കി നമുക്ക് ലൈവുകളിലൂടെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ബൈ.